ഞാനിവിടെ UAE ജോലി നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരെടുത്താണ് പറയുന്നത്. നിങ്ങളുടെ UAE നിങ്ങൾക്ക് ജോലി നോക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ഏജൻസീനെ പോയി കണ്ടിട്ട് മാക്സിമം പറ്റിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ മാക്സിമം നോക്കണം. കാരണം ഇവിടെ ട്രാവൽ ഏജൻസി വഴി വന്നിട്ട് ഒരുപാട് ആൾക്കാർ നല്ല രീതിക്ക് പെട്ട് കിടക്കുന്നുണ്ട്. ഫുഡില്ലാണ്ട്, റൂമില്ലാണ്ട്, അങ്ങനത്തെ ഒരുപാട് കറൻ്റ് സിറ്റുവേഷൻസ് ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രാവൽ ഏജൻസിക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പകുതി പൈസ മതി നിങ്ങൾക്ക് വിസിറ്റിങ് ടിക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രാവൽ ഏജൻസി ആണെങ്കിൽ നിങ്ങൾ അത്രയും ട്രസ്റ്റബിളായിട്ട് നല്ല രീതിക്ക് എൻക്വയറി ചെയ്തിട്ട് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക. ചിലപ്പോൾ അവരോട് വന്നിട്ട് പറയും നിങ്ങൾക്ക് എല്ലാം ശരിയാക്കി തരും, എല്ലാം സെറ്റാക്കും എന്നൊക്കെ പറച്ചിലേ ഉണ്ടാവുള്ളൂ. ആക്ച്വലി എല്ലാവരും അല്ല, മേ ബി ചില ആൾക്കാർ ഇതെല്ലാം കൂടിയിട്ട് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. കാരണം അവർ ചിലപ്പോൾ വല്ല ഹോട്ടലിലൊക്കെ ആയിരിക്കും റൂം എടുത്തുക. ഇവിടെ ഹോട്ടലിൽ പെർ ഡേ ഒക്കെ ഡേയ്സിന് തന്നെ റൂം എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് നല്ല എമൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ വരാൻ നോക്കുക. ഞാനിവിടെ വന്നത് എൻ്റെ ഇതിലുള്ള ടിക്കറ്റും വിസിറ്റിങ് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങളും മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ ട്രാവൽ ഏജൻസി അല്ലാതെ നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങളതിൽ വിസിറ്റിംഗ് ടിക്കറ്റ് കൊടുത്തിട്ട് GCയിൽ വരാൻ നോക്കുകയായിരിക്കും ഒന്നുകൂടി ബെറ്റർ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫോക്കസ് വേണം. നിങ്ങൾ ഏത് കാറ്റഗറിക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളിവിടെ വന്നു, നിങ്ങൾ വരുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാവും. എൻ്റെ മാമൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, എൻ്റെ നെയ്ബർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നിങ്ങളിവിടെ ജോലി നോക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ധാരണയൊക്കെ മാറ്റി വെച്ചിട്ട് വന്നാൽ മതി. കാരണം ഇവിടെ എല്ലാവരും അത്യാവശ്യത്തിന് ബിസിയാണ്. നാട്ടിലെ പോലല്ല, ഇവിടെ മിനിറ്റിനും മണിക്കൂറുകൾക്കൊക്കെ നല്ല വാല്യുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഞാനവിടെ വന്നാൽ മതി അവരെല്ലാം ചെയ്തു തരും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ജോലി നോക്കാൻ വരുന്നുണ്ടെങ്കിൽ മാക്സിമം വരാതിരിക്കാൻ നല്ലത്. നേരെ മറിച്ചിട്ട് നിങ്ങൾക്കൊരു ഇതുണ്ട്, ജോലി വേണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ CV ഉണ്ടാക്കി അത് പ്രിൻ്റ് എടുത്ത്, ഇനിയിപ്പോൾ സെയിൽസിലാണ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലാണ്, മെയിലിൽ ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഡീഡ്, ലിങ്ക്ഡ്ഇൻ, അങ്ങനത്തെ കുറേ ആപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലിയിൽ മാക്സിമം അതിൽ Gmail അയച്ച് റെസ്യൂമൊക്കെ ഇട്ടിട്ട് ജോലിയുടെ കാര്യങ്ങൾ നോക്കുക. സെക്കൻഡ്, നിങ്ങൾ കാരണം സൂപ്പർ മാർക്കറ്റ് ഫീൽഡൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇമെയിൽ അയച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലാണെങ്കിൽ മാക്സിമം നിങ്ങൾ CV പ്രിൻ്റ് ചെയ്തിട്ട് മാക്സിമം അവിടെ കൊടുക്കാൻ നോക്കുക. അപ്പോഴൊക്കെ പെട്ടെന്ന് ഈസി ആയിരിക്കും, അവരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനൊരു ചാൻസ് ഉണ്ടായിരിക്കും. അല്ലാതെ ഇവിടെ വന്നിട്ട് എൻ്റെ നെയ്ബർ എന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യും, എൻ്റെ റിലേറ്റീവ് എന്നെ ഹെൽപ്പ് ചെയ്യും എന്നൊരു ധാരണയിലാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ജോലി കിട്ടില്ല. അങ്ങനെയും കുറേ ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നൊരു കാര്യം, മാക്സിമം ലാംഗ്വേജ് ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കുക. കാരണം ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ മലയാളത്തിലാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പം നമ്മളൊരു മലയാളി കമ്പനീസിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിലും കാരണം ബേസിക് ഒരു ഇംഗ്ലീഷ് നോളജ് വേണം. നമുക്ക് സംസാരിക്കാനുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളെ സെലക്ട് ആക്കുകയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം ഒന്നുമില്ല. ഒരു ബേസിക് നീഡ്സ് നമുക്ക് എന്തായാലും വേണം. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു സ്കിൽ, ഇപ്പോൾ നമ്മളത് നമുക്കൊന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും നമുക്കൊരു ഇതുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഏതൊരു കമ്പനിയിലാണെങ്കിലും ഫ്രഷേഴ്സിന് എടുക്കുകയുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമായിരുന്നു കുറച്ചും കൂടി. പക്ഷെ ഇപ്പോഴത്തെ കറൻ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാർഡാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കോമ്പറ്റീഷൻ ഉണ്ട്, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഇതുണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഒക്ടോബർ
ഒക്ടോബർ നവംബർ ഈ ഒരു സമയത്തോടെ ഏകദേശം തണുപ്പ് ആയി വരും. അപ്പോൾ ഈ ഒരു സമയത്താണ് കൂടുതലും ആൾക്കാർ എടുക്കുന്നൊരു സമയം, വേക്കൻസീസ് അനൗൺസ് ചെയ്യുന്നൊരു ടൈം ഇതാണ്. ഈ ഒക്ടോബറിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നോക്കിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ടിക്കറ്റ് റേറ്റ് കുറച്ചും കൂടിയും ചീപ്പായിട്ട് നിങ്ങൾക്ക് വരണം എന്ന് വെച്ച് നോക്കുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ വന്നത് ജനുവരിയിലാണ്, ആ സമയത്ത് കുറച്ചും കൂടി റേറ്റ് കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്ത്, കാരണം നിങ്ങളിടയ്ക്ക് ഈ ടിക്കറ്റ് റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലാതെ ട്രാവൽ ഏജൻസിക്കാർ പറയുന്ന ടിക്കറ്റിൻ്റെ മാക്സിമം വരാണ്ട് നോക്കാതെ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്, കാരണം ഒരു ദിവസത്തിന് ഓരോ റേറ്റാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് നിങ്ങളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണം. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കി വരാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കറൻ്റ്ലി ഈസിയാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ചില ആൾക്കാരൊക്കെ ഓവറായിട്ടുള്ള വാഗ്ദാനങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ നമുക്ക് അയാൾ അറിയുക പോലും ഇല്ല, നമ്മളവൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യില്ല. ഒരു 50,000 തരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനോർത്തിട്ട് മാക്സിമം വരാതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി ചാടാണ്ടിരിക്കുക. കാരണം ഇവിടെ 50,000 കൊടുത്താലൊന്നും ജോലി കിട്ടില്ല. അപ്പോൾ മാക്സിമം നല്ല രീതിക്ക് നോക്കിയും കണ്ടിട്ട് വരാൻ നോക്കുക. കാരണം നമ്മളിനിപ്പോൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം കെയർ ആയിട്ട് കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാം. അപ്പോൾ അത്രയും